നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഗണപതി വട്ടജി എന്ന് വിളിച്ച് പരിഹസിക്കുകയും മകൻ്റെ കള്ളനിയമനം, തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുടങ്ങിയവ ചർച്ചയാക്കുകയും ചെയ്ത സജീവ സംഘപരിവാർ സഹയാത്രികൻ ശ്രീജിത്ത് പണിക്കർക്കെതിരെ ബി.ജെ.പി. നേതാക്കൾ അടക്കം രംഗത്തെത്തി. ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി രാജേഷ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷൈജു, യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണു നാരായണൻ, സംഘപരിവാർ സഹയാത്രികനും കുരുക്ഷേത്ര ബുക്സ് മുൻ ജനറൽ മാനേജർമാരുള്ള ഷാബു പ്രസാദ് എന്നിവരാണ് ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആക്രി നിരീക്ഷകനായ കള്ളപ്പണിക്കർ എന്ന ശ്രീജിത്തിനെ സുരേന്ദ്രൻ അധിക്ഷേപിച്ചതോടെയാണ് ഈ വിഴുപ്പലക്കൽ പരസ്യമായത് എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്ന് പരിഹസിച്ച് ശ്രീജിത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. തുടർന്ന് വിവാദം ഇങ്ങനെ കത്തിപ്പടരുകയാണ്. സംസ്ഥാന പ്രസിഡന്റിനെ അപമാനിക്കുവാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ബി.ജെ.പി. പ്രവർത്തകർക്ക് കണ്ടു നിൽക്കാനാവില്ല എന്ന് ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വി രാജേഷ് ഒരു മുന്നറിയിപ്പ് നൽകി. ഈ ആക്രി നിരീക്ഷകന്മാരുടെ ശ്രദ്ധയ്ക്ക് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ്. പ്രസിഡന്റ് ആരായാലും അദ്ദേഹം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ജെ.പി. നദ്ദയുടെയും എല്ലാം പ്രതിനിധിയാണ്. പ്രസിഡന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ലക്ഷക്കണക്കിന് വരുന്ന ബി.ജെ.പി. പ്രവർത്തകർക്ക് കണ്ടു നിൽക്കാനാവില്ല എന്നും സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ താങ്കളുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരിക്കും എന്നും അത് വച്ച് ബി.ജെ.പിയെ അളക്കരുതെന്നും ഇത് പാർട്ടി വേറെയാണ് എന്നാണ് വി രാജേഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വെച്ചത്. കുരുട്ടുബുദ്ധി കൊണ്ട് ജീവിച്ചു പോകുന്ന പണിക്കരെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകും എന്നുകൂടി പറയുന്നുണ്ട്. അതായത് യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷനായിട്ടുള്ള വിഷ്ണു നാരായണനും വളരെ രൂക്ഷമായ ഭാഷയിൽ ശ്രീജിത്തിനെതിരെ പ്രതികരിച്ചു. ഇന്ത്യയുടെ പടമുള്ള കോട്ടിട്ട് രാജ്യസ്നേഹം മുഴക്കുന്ന ഈശ്വരന്മാരെയും മറുനാടനെയും ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത നിങ്ങൾ കുരുട്ടുബുദ്ധി കൊണ്ട് ജീവിക്കുന്ന പണിക്കരെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകുമെന്നാണ് വിഷ്ണു ഫേസ്ബുക്കിൽ എഴുതി വെച്ചത്. ആരുടെയും വാഴ്ത്തുപാട്ടുകൾ കൊണ്ടോ നിരീക്ഷകരുടെ പിന്തുണയോടെയോ അല്ല സംഘപ്രചാരകനിൽ നിന്ന് പ്രധാനമന്ത്രി വരെ മോദി എത്തിയത് എന്ന് മോദിയുടെ ചിത്രം പങ്കുവച്ചുള്ള കുറിപ്പിൽ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. മോദിക്ക് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ പോലെ എതിരഭിപ്രായങ്ങൾ മാത്രമേ പണ്ടുമുണ്ടായിട്ടുള്ളൂ. ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഉയരത്തിലെത്തി ഇന്ന് നിൽക്കുന്ന സംഘടനയെ കെട്ടിപ്പടുത്തിയത് ഒരു ചാനൽ ചർച്ചക്കാരുടെയും യൂട്യൂബർമാരുടെയും തണലല്ല എന്നുകൂടി പറയുന്നു. അതായത് ഒന്നുമില്ലാതിരുന്ന കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ആയത് എത്രയോ പേരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കുന്നവരെക്കാൾ വിജയം തങ്ങളുടെ നാവിനായിരുന്നു എന്ന ചിന്തയുള്ള കപടവാദികളെ ഒരു നാൾ പലരും തിരിച്ചറിയുമെന്നുകൂടി വിഷ്ണു പറഞ്ഞു വെക്കുന്നുണ്ട്. പൂരപ്പുറത്തിരുന്ന് കുറുക്കന്മാരും പണിക്കന്മാരും ഓളിയിടും, അതിലൊരു കാര്യവുമില്ല എന്ന് ആക്രി നിരീക്ഷകരുടെ കഠിന പ്രയത്നങ്ങളെ നിഷ്പ്രഭമാക്കിയാണ് കേരളത്തിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA 20% വോട്ടും ഒരു പാർലമെൻറ്റ് സീറ്റും നേടിയത് എന്ന് പുരപ്പുറത്തിരിക്കുന്ന കുറുക്കന്മാരും പണിക്കന്മാരും ഓളിയിട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നും ബി.ജെ.പിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് കെ ഷൈജു കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കാത്ത ചില ആക്രി നിരീക്ഷകരുടെ കഠിനമായ പ്രയത്നങ്ങളെ നിഷ്പ്രഭമാക്കിയാണ് കേരളത്തിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന NDA 20% വോട്ടും ഒരു പാർലമെൻറ്റ് സീറ്റും നേടിയത് എന്നും സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ ആക്രി നിരീക്ഷകർ വിചാരിക്കും പോലെ ഇത് കോൺഗ്രസ് അല്ല എന്നും നരേന്ദ്രമോദിയുടെ ബി.ജെ.പി. എന്ന് ഓർക്കുക. നദ്ദാജിയും കെ സുരേന്ദ്രൻ നയിക്കുന്ന ബി.ജെ.പി. പുരപ്പുറത്തിരുന്ന് ഇനിയും കുറുക്കന്മാരും പണിക്കന്മാരും ഇത്തരത്തിൽ ഓളിയിടും, ഒരു കാര്യവും അതിനകത്തില്ല എന്നാണ് ഷൈജു ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചത്. ഉള്ളി എന്നാൽ അത് കെ സുരേന്ദ്രൻ എന്ന നരേറ്റീവ് CPM ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്നും ഉള്ളി എന്നുപയോഗിച്ചാൽ അത് കെ സുരേന്ദ്രൻ എന്ന നരേറ്റീവ് CPM ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണ് എന്നുള്ള കാര്യം അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആസ്വദിക്കുന്നതും സംഘികളാണെന്നും മറ്റൊരു സംഘപരിവാർ സഹയാത്രികനും കുരുക്ഷേത്ര ബുക്സ് ജനറൽ മാനേജറുമായിട്ടുള്ള ഷാബു പ്രസാദും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പിട്ടു. ഷാബുവിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: മലബാർ ഭാഗത്ത് ജ്യോത്സ്യന്മാരെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് പണിക്കർ എന്നാണ്. ജ്യോത്സ്യനെ കാണാൻ പോകുന്നു എന്ന് തിരുവിതാംകൂറിൽ പറയുന്നത് പോലെ പണിക്കരെ കാണാൻ പോകുന്നു എന്നാണ് മലബാറിൽ പറയുന്നത്. ബി.ജെ.പിയുടെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ സാധ്യതകളെപ്പറ്റി ഘോരഘോരം ബാധിച്ച അവസാനം കേന്ദ്ര നേതൃത്വത്തിൻ്റെയും മോദിയുടെയും ഇടപെടലിലൂടെ സുരേഷ് ഗോപി വന്നതിൽ അമർഷമുള്ള ബി.ജെ.പി. നേതൃത്വം തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന് ബാധിച്ചിരുന്നത് കേരളത്തിലെ മാധ്യമ പണിക്കന്മാരും ഇടത് വലതുപക്ഷ പണിക്കന്മാരും റെജി ലൂക്കോസ്, ലാൽകുമാർ എന്നിവരടക്കമുള്ള നിരീക്ഷണ പണിക്കന്മാരുമാണ്. ഈ പണിക്കന്മാരെയാണ് കെ സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് എന്ന് വിശ്വസിക്കാനാണ്
എനിക്ക് തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് വിശ്വസിക്കുവാനും പ്രതികരിക്കുവാനുള്ള ശ്രീജിത്ത് പണിക്കരുടെ ജനാധിപത്യപരമായ അവകാശത്തെ മാനിക്കുന്നു. എവിടെയൊക്കെ പണിക്കർ എന്ന് കേട്ടാലും അത് ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുവാനുള്ള അവകാശത്തെയും ബഹുമാനിക്കുന്നു. ഉള്ളി എന്നുപയോഗിച്ചാൽ അത് കെ സുരേന്ദ്രൻ എന്ന നറേറ്റീവ് CPM ബോധപൂർവം സൃഷ്ടിച്ചതുപോലെയാണ് ഈ പണിക്കർ എന്നത് പറയേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഉള്ളിയെക്കുറിച്ച് ഉപയോഗിക്കുന്ന സംഖ്യകളും ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നോക്കൂ, എത്ര സമർത്ഥമായാണ് അവർ വലിയ ബുദ്ധിജീവികളെപ്പോലും തങ്ങളുടെ വഴിക്ക് നടത്തുന്നത് എന്ന് കാണുക. സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന അതിമാനുഷ്യനൊന്നുമല്ല, തിരുത്തപ്പെടേണ്ട പോരായ്മകൾ ധാരാളമുള്ള ഒരു വ്യക്തിത്വമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരിക്കൽ BJP അധ്യക്ഷനാകും, തുടർച്ചയായി കേന്ദ്രഭരണം പിടിക്കും എന്നൊന്നും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത കാലത്ത് ദേശീയ പ്രസ്ഥാനങ്ങളുടെ അമരത്ത് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം യാത്രയാരംഭിച്ച ഒരു ചരിത്രം സുരേന്ദ്രനുണ്ട്. അതുമാത്രം മതി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ പോലുള്ളവർക്ക് അയാളുടെ എല്ലാ പോരായ്മകളും മറക്കാനെന്നും നരേന്ദ്രമോദി എന്ന പ്രതിഭാസം സൃഷ്ടിച്ച എക്കോസിസ്റ്റത്തിൽ അവനവൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് വാഴ്ത്തുപാട്ടുകൾ മാത്രം കേട്ട് വളർന്ന ആർക്കും അത് മനസ്സിലാകണമെന്നല്ല എന്നും അവർക്ക് ശാഖയിൽ പോയവരുടെ പുച്ഛമുണ്ടാകുമെന്നും അവർ ത്യാഗനിർഭരമായ ജീവിതം നയിച്ചവരെ പരിഹസിക്കുന്നുണ്ട് എന്നും സോഷ്യൽ മീഡിയ യുഗത്തിലെ അറിവുകൾ മാത്രമാണ് അൾട്ടിമേറ്റ് എന്ന് കരുതി ജീവിക്കുന്നവരാണ് അവരെന്ന് പറയേണ്ടിയിരിക്കുന്നു. ചരിത്രം അങ്ങനെയൊക്കെ ആകാം. നമ്മളിപ്പോഴത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എന്ന ചോദ്യവും ഇതിനോടൊപ്പം ഉണ്ടാകും. പക്ഷേ നമ്മളൊരു കാര്യം പറയട്ടെ, അത് പറ്റില്ല. അങ്ങനെയെങ്കിൽ നാം ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ടി വരും. ചരിത്രം എന്നത് വെറും കണക്കുകളല്ല, അതൊരു ജീവശ്വാസമാണ് എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി കെ സുരേന്ദ്രൻ്റെയും എല്ലാ പണിക്കന്മാരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് പല പോസ്റ്റുകളും പല കമൻറ്റുകളും ഇതിനോടൊപ്പം ചേർത്ത് വരുന്നുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ ഇങ്ങനെ വായ പൊന്തിച്ച് എന്തും പറയാമെന്നൊരു തരത്തിലേക്ക് എത്തിയാൽ കെ സുരേന്ദ്രനെ പോലുള്ളവർ നയിച്ചു നേടിയെടുത്ത 20% വരുന്ന വോട്ട് പാഴ്വോട്ടാണെന്ന് പറയപ്പെടുന്ന തരത്തിലാകില്ലേ? BJPയോടൊപ്പം അല്ല സംഘപരിവാർ സംഘടനകളോടൊപ്പം നിൽക്കുന്നു എന്ന് സ്വയം മേനി നടിക്കുന്നവരാണോ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നൊരു ചിന്ത കൂടി ചിലപ്പോൾ BJPക്കാർക്ക് ഉണ്ടായേക്കാം. അത്തരത്തിലുണ്ടായ ഒരു സ്ഥിതിവിശേഷമായിരിക്കാം. അല്ലെങ്കിൽ അതിനകത്ത് മറ്റു ചില സംഘപരിവാർ സംഘടനകളിൽ വിശ്വസിക്കുന്നവർ പറയുന്ന പോലെ മലപ്പുറം ഭാഗങ്ങളിൽ ജ്യോത്സ്യന്മാരെ പണിക്കന്മാരെന്ന് പറയാറുണ്ട്. അത്തരത്തിൽ പണിക്കരെ കാണാൻ പോകുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വാദഗതികളാണോ സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് എങ്കിൽ ഈ വെറുതെ ശ്രീജിത്ത് പണിക്കർ അതിൽ കയറി പിടിക്കണ്ടായിരുന്നു. അത് താങ്കളെക്കുറിച്ചല്ലായിരുന്നിരിക്കാം അവർ ഉദ്ദേശിച്ചത് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. ആ സൂചനകൾ ഒരു ദുസ്സൂചനയായി കാണണ്ടായിരുന്നു. പണിക്കർ എന്ന് പറയപ്പെടുന്ന ശ്രീജിത്ത് പണിക്കരെയാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കുള്ള വാദത്തിലേക്ക് പോകണ്ടായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു വാദപ്രതിവാദത്തിന് വേദി ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ സംഘപരിവാറിൻ്റെ മുഖമാണ് എന്ന് പറയപ്പെടുന്ന ശ്രീജിത്ത് പണിക്കരെ സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്ന BJP തള്ളിപ്പറയുമ്പോൾ ഇനി ഏത് മുഖത്തോടു കൂടിയായിരിക്കും നിരീക്ഷണം നടത്താൻ ശ്രീജിത്ത് പണിക്കർക്ക് കഴിയുക എന്നൊരു ചിന്ത കൂടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ BJPക്കാർ ഇനി ശ്രീജിത്ത് പണിക്കർ അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കർ പറയുന്ന വാക്കുകളെ വിശ്വസിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ പെടാതിരിക്കുക, ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഒരിക്കലും വന്നുപെടാതെ മാറി നിൽക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ശ്രീജിത്ത് പണിക്കർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞ് മടങ്ങിപ്പോകാമായിരുന്നു. പറയേണ്ടവർ അങ്ങനെ പറയട്ടെ, ഇത് നിങ്ങളെയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടായിരുന്നു.